ഹായ്, വെൽക്കം ടു ജൂബിലിസ് ലേണിംഗ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള സൈക്കോളജിയുടെ അടുത്ത 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നും തന്നെ ചെയ്ത് ശീലിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അതിൻ്റെ ഒരു പാറ്റേൺ പഠിക്കാനുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏതായാലും ഞാൻ പറയുന്ന സമയത്ത് ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് അത് ശരിയാണോ എന്ന് നോക്കാം. ഫസ്റ്റ് ചോദ്യം നോക്കാം. വെൻ വി മേക്ക് യൂസ് ഓഫ് മെനി എക്സ്പീരിയൻസസ് ആൻഡ് എക്സാമ്പിൾസ് ഫോർ അറൈവിംഗ് അറ്റ് എ ജനറലൈസ്ഡ് പ്രിൻസിപ്പിൾ ഓർ കൺക്ലൂഷൻ ഇറ്റ് ഈസ് നോൺ ആസ്. എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾ യൂസ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജനറൽ ആയിട്ടുള്ള പൊതു തത്വത്തിലേക്ക് എത്തിച്ചേരുന്നു. എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയ കാര്യങ്ങളിൽ നിന്ന് ഒരു ജനറലായ കാര്യത്തിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നതിന് പറയുന്ന പേരെന്താണ്? ഇൻഡക്റ്റീവ് റീസണിങ്. ആഗമന ചിന്തയാണോ? ഹൈപ്പത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് ആണോ? ഡിഡക്റ്റീവ് റീസണിങ് ആണോ? നിഗമന ചിന്ത. അതുപോലെ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. ഏതാണ് വരുന്നത്? നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇൻഡക്റ്റീവോ ഡിഡക്റ്റീവോ ആയിരിക്കും അല്ലേ. പക്ഷേ ഇത് ഒരു സ്പെസിഫിക് ആയ കാര്യത്തിൽ നിന്ന്, അതായത് കുറേ എക്സാമ്പിളിൽ നിന്ന് ഒരു പൊതു തത്വത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പറയുന്ന പേരെന്തായിരുന്നു? ഏതായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതൊരു കോഡ് പഠിച്ചിട്ടുണ്ടോ? DGP, അതായത് ജനറൽ ടു പാർട്ടിക്കുലർ. അതെ, അതിനാണ് ഡിഡക്റ്റീവ് എന്ന് പറയുക. അപ്പോൾ നേരെ തിരിച്ച് പെർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക് പോകുന്നതിന് എന്ത് പറയുന്നു? ഇൻഡക്റ്റീവ് റീസണിങ്, അതല്ലെങ്കിൽ ആഗമന ചിന്ത എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ റിലേറ്റഡ് ടു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് CCE എന്നുള്ള കൺസെപ്റ്റ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് നോക്കൂ. കറക്റ്റ് കോമ്പിനേഷനാണ് ചോദിച്ചത്. എന്തിനാണ് CCE? ടു ഡെവലപ്പ് കോഗ്നിറ്റീവ് സൈക്കോമോട്ടോർ സ്കിൽ ആൻഡ് ടു മേക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ ദം. കുട്ടികൾക്കിടയിൽ വൈജ്ഞാനികപരമായിട്ടും ശാരീരികപരമായിട്ടുള്ള ബുദ്ധിയെ ഡെവലപ്പ് ചെയ്യും, അതിനെ കമ്പയർ ചെയ്യുകയും ചെയ്യാണ്. അതാണോ? അതല്ലെങ്കിൽ ഡിറ്റർമൈൻ സോഷ്യൽ യൂട്ടിലിറ്റി ആൻഡ് ടു മെയിൻറ്റെയിൻ ഡിസൈർഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്. കുട്ടിയുടെ സോഷ്യൽ യൂട്ടിലിറ്റി മനസ്സിലാക്കുകയും ഒരു ഡിസൈർഡ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്, കുട്ടിയുടെ പെർഫോമൻസ് ഒരു കുട്ടിക്ക് വേണ്ട രീതിയിൽ അത് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുക. അതായത് നമുക്കൊരു എക്സ്പെക്റ്റഡ് ആയിട്ട് കുട്ടിക്ക് ഒരു പെർഫോമൻസ് ഉണ്ടാവും, ഇന്ന ക്ലാസ്സിൽ ഇന്ന സ്റ്റേജിൽ കുട്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യണം, അത് നിലനിർത്താൻ, അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണോ? ടു ലാബൽ സ്റ്റുഡൻസ് ആൻഡ് കളക്ട് ഇൻഫർമേഷൻ കണ്ടിന്യൂസ്ലി ആൻഡ് റെക്കോർഡ് ദം. കുട്ടികളെ ലാബൽ ചെയ്യുക അല്ലേ. അവർ പഠിക്കാത്തവനാണ്, പഠിക്കുന്നവനാണ്, അതല്ലേ ആവറേജ് ആണ്, അതിനു വേണ്ടി. എന്നിട്ട് അവരെ കണ്ടിന്യൂസ്ലി അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണോ? ജസ്റ്റ് അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ലാബൽ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഉദ്ദേശമാണോ? അല്ല. ടു മാർക്ക് ദ പുവർ ഇൻ്റലിജൻറ്റ്. കുട്ടികൾ ഇൻ്റലിജൻ്റ് ആണ്, ഇൻഎഫിഷ്യൻ്റ് ആണ്, ആൻഡ് അപ്ലൈ ചൈൽഡ് സെൻറ്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. അങ്ങനെ മാർക്ക് ചെയ്യാനാണോ? അല്ല. കുട്ടികൾ ബുദ്ധി ഉള്ളവരാണ്, ഇൻഎഫിഷ്യൻ്റ് ആണ് എന്ന് മാർക്ക് ചെയ്യാനല്ല. പിന്നെയോ, കുട്ടികൾ ഓരോ സമയത്തും എന്ത് ചെയ്യും, ഒരു എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഉണ്ടാവും, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ. നമുക്കറിയാം, ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പെടാത്തത് ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ഡിസ്യൂസ്, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് പ്രാഗ്നാൻസ്. ഏതാണ്? നമുക്കറിയാം, അതിൽ പെടാത്തത് ലോ ഓഫ് ഡിസ്യൂസ് ആണ്. എന്താണ് യൂസ്? ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ്. നമുക്ക് തോണ്ടൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ അല്ലേ, തോണ്ടൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ട്രയൽ ആൻഡ് എറർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് എന്ന് വരുന്നത്. എന്നാൽ മറ്റ് 3 എണ്ണവും ഏതാണ്? നമ്മുടെ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റിന് ആ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കത് നോക്കാം. നമുക്കിവിടെ പ്രോക്സിമിറ്റി സാമീപ്യ നിയമം എന്ന് പറയാം. പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി സ്റ്റേറ്റ് ദാറ്റ് ഒബ്ജക്റ്റ് നിയർ ഈച്ച് അതർ ടെൻ ടു ബി വ്യൂഡ് ആസ് എ ഗ്രൂപ്പ്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇത് 4 ലൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ 4 ലൈൻ എന്ന് പറയുമ്പോൾ ഓരോ ഡോട്ട്സ്, ഓരോ ചെറിയ
ഡോട്ട്സുകൾ. അപ്പോൾ ഇത് കുറേ ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വിഭാഗം അടുപ്പിച്ച് കൊടുത്തിരിക്കുന്നു, ഇവിടെ കുറച്ചെണ്ണം അടുത്തിരിക്കുന്നു. നമ്മൾ ശരിക്കും പെട്ടെന്ന് നോക്കുമ്പോൾ 2 ഗ്രൂപ്പുകളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതിനാണ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലോഷർ നമുക്കറിയാം. ദിസ് സജസ്റ്റ് ദാറ്റ് എലമെന്റ്സ് ദാറ്റ് ഫോം എ ക്ലോസ്ഡ് ഒബ്ജക്റ്റ് വിൽ ബി പെർസീവ്ഡ് ആസ് എ ഗ്രൂപ്പ്. നമ്മൾ കുറേ വരകൾ നമ്മളൊരു ഇങ്ങനെ വരയ്ക്കുക, കുറേ ഡോട്ട്സ് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, ഇതൊരു സർക്കിളായിട്ട് തോന്നുന്നു അല്ലേ, ഒരു റൗണ്ടായിട്ട് തോന്നുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും കുറേ ഡോട്ട്സ് ആണെങ്കിലും ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് തോന്നുന്നതിനാണ് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുക. അതേ സമയത്ത് പ്രാഗ്നാൻസ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് വി നാച്ചുറലി പെർസീവ് തിങ്സ് ഇൻ ദെയർ സിംപ്ലസ്റ്റ് ഫോം ഓർ ഓർഗനൈസേഷൻ. നമ്മളൊരു വസ്തുവിനെ കാണുന്നത് അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രൂപത്തിലാണ്, അല്ലെങ്കിൽ അതിനൊരു ഓർഗനൈസ്ഡ് ചെയ്ത ഒരു സംഘടിതമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ കുറേ സർക്കിളുകളെ കാണുന്നു അല്ലേ. എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് കണക്റ്റഡായി കുറേ സർക്കിൾ എന്ന് കാണുന്നതിന് പകരം ഒരു ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ അതിനെ കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ ഓഫ് പ്രാഗ്നാൻസ്. ഇവിടെ നിങ്ങൾ സാധാരണ ചോദിക്കാറ് ലോ ഓഫ് ക്ലോഷർ ശ്രദ്ധിക്കണം, അതുപോലെ പ്രോക്സിമിറ്റി സാമീപ്യ നിയമം ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് കൂടുതൽ വരാറുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. നാച്ചുറലി ഒക്കറിങ് റെസ്പോൺസ് ഇൻ ലേണിംഗ് തിയറി കോൾഡ്. അപ്പോൾ ലേണിംഗ് തിയറിയിൽ, പഠന സിദ്ധാന്തത്തിൽ നാച്ചുറലി ആയിട്ടുള്ള, അതായത് എന്താണ്, കണ്ടീഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള റെസ്പോൺസിന് പറയുന്ന പേര് നമുക്കറിയാം. ബിഹേവിയറിസത്തിൽ കണ്ടീഷൻ ചെയ്യുന്നതിന് മുമ്പും കണ്ടീഷൻ ചെയ്ത ശേഷം റെസ്പോൺസ് വരുന്നുണ്ട്. സോ കണ്ടീഷൻ ചെയ്തതിന് മുമ്പുള്ള റെസ്പോൺസിൻ്റെ പേരെന്താ, കണ്ടീഷനഡ് റെസ്പോൺസ് എന്നാണോ, അവേഴ്സീവ് റെസ്പോൺസ് എന്നാണോ, അൺകണ്ടീഷൻ റെസ്പോൺസ് എന്നാണോ, അതല്ലെങ്കിൽ വികാരിയസ് റെസ്പോൺസ് എന്നാണോ, എന്താണ് പേര്? നമുക്കറിയാം കണ്ടീഷൻ ചെയ്യുന്നതിന് മുമ്പ് അൺകണ്ടീഷനഡ് റെസ്പോൺസ് എന്നാ പറയാം. ക്ലിയർ അല്ലേ? സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടെക്നിക് ടു ഡീൽ വിത്ത് ഡിസ്കാൽക്കുലിയ. ഡിസ്കാൽക്കുലിയെ ഡീൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്താണ്? നമുക്കറിയാം ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽക്കുലിയ അല്ലേ, ലേണിംഗ് ഡിസാബിലിറ്റി പഠിച്ചിട്ടുണ്ട്. അതിൽ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം അല്ലേ, അത് മാത്തമാറ്റിക്കലി കുട്ടിക്കുള്ള വരുന്ന പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ള ഒരു ഡിസാബിലിറ്റിയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. അതേസമയത്ത് എഴുതാനും വായിക്കാനും അല്ലേ, ഡിസ്ഗ്രാഫിയ എഴുതാൻ പ്രയാസമുള്ള കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ കാൽക്കുലിയ നമ്മൾ പറഞ്ഞു. ഡിസ്പ്രാക്സിയ വരുന്നുണ്ട്. ഡിസ്പ്രാക്സിയ എന്ന് പറയുന്ന ശാരീരിക മോട്ടോർ ചലനങ്ങളിലുള്ള പ്രശ്നങ്ങൾ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഈ ഡിസ്കാൽക്കുലിയ എന്നതിനെ ഡീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഒക്യുപ്പേഷണൽ തെറാപ്പിയാണോ, മൾട്ടി സെൻസറി ലാംഗ്വേജ് അപ്രോച്ചാണോ, ഇൻഡക്റ്റീവ് അപ്രോച്ചാണോ, പിയർ അസിസ്റ്റൻസ് യൂസിങ് ഡയഗ്രാം ഉപയോഗിച്ച് പിയർ അസിസ്റ്റൻസ് അല്ലെ, സമപ്രായക്കാരുടെ അസിസ്റ്റൻസ് കൊടുക്കുകയാണോ? അപ്പോൾ ഇവിടെ ശരിയായ ആൻസർ വരുന്നത് മൾട്ടി സെൻസറി ലാംഗ്വേജ് അപ്രോച്ച്. ഈ കുട്ടികൾക്ക് മൾട്ടി സെൻസറി ലാംഗ്വേജ് അപ്രോച്ചാണ് അവർക്ക് ഉപയോഗിക്കാവുന്ന ടെക്നിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അനിത ഈസ് ഫ്രണ്ട്ലി, ഓൾവേസ് വില്ലിംഗ് ടു ഹെൽപ്പ് അതേഴ്സ്. അനിത എപ്പോഴും ഒരു ഫ്രണ്ട്ലി ആണ്, മറ്റുള്ളവരെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യും, അവരുടെ ഒരു താല്പര്യം മറ്റുള്ളവരെ സഹായിക്കുക. ആൻഡ് കമ്പാഷനേറ്റ് അല്ലേ, അവരോട് ഭയങ്കര കാരുണ്യവും, അതായത് ഭയങ്കര കമ്പാഷനേറ്റ് ആണ്. സോ വൈൽ കൺസിഡറിങ് ഗാർഡനേഴ്സ് തിയറി ഇറ്റ് ക്യാൻ അസ്യൂം ദാറ്റ് അനിത ഹാസ്. അപ്പോൾ നമ്മൾ ഹവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പഠിച്ചിട്ടുണ്ട്, അതിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഗാർഡനറുടെ കൺസെപ്റ്റ് പ്രകാരം അനിതക്കുള്ള ബുദ്ധി ഏതാണെന്ന ചോദ്യം. അനിതക്ക് നോക്കൂ. ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ്, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, സ്പാഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഏതാണ് വരുന്നത് നോക്കൂ. അപ്പോൾ ഇവിടെ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്താ? ഇൻട്രാ പേഴ്സണൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ, ഇൻട്രാ പേഴ്സണൽ അല്ലേ, ഒരു വ്യക്തി ഉള്ളിൽ കാണിക്കുന്ന അല്ലെങ്കിൽ തന്നെക്കുറിച്ച് ചിന്തിക്കുന്ന അങ്ങനെയുള്ള കൺസെപ്റ്റ് അല്ലേ. ഇവിടെ ഇപ്പോൾ സന്യാസിമാർക്കും അങ്ങനെയുള്ള ആളുകൾക്ക്, സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ ഉണ്ടാകുന്നതാണ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ്. എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഹൂ ആം ഐ അല്ലേ, ഹൂ ആം ഐ, ഹൂ ഐ ആം,
ഹു ഐ ആം എന്നൊരാൾ ചോദിക്കുക, ഹു ഐ ആം, ഞാൻ ആരാ, ഹു ആം ഐ എന്ന് തിരിച്ചു ചോദിക്കുക കേട്ടോ. ഹു ആം ഐ, ഞാൻ ആരാണ്, ഒരാൾ ചോദിക്കുക ഞാൻ ആരാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, എന്താണ് എൻ്റെ അസ്തിത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത, അങ്ങനെയുള്ള ബുദ്ധിയാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷേ ഹവാർഡ് ഗാർണറുടെ 8 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയിൽ ഇത് പിന്നീട് അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. 9ാമത്തേതായിരുന്നു ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ സ്പാഷ്യൽ ഇൻ്റലിജൻസ്, സ്പാഷ്യൽസ് അല്ലേ, സ്ഥലപരമായിട്ടുള്ള ബുദ്ധി. അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഇടപഴകാൻ, അങ്ങനെയുള്ള ആളുകൾ, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകൽ കൂടുതലായിരിക്കും. സോ നമുക്കറിയാം ഇവിടെ അനിതയുടെ പ്രത്യേകത, അവൾ ഫ്രണ്ട്ലി ആണ്, മറ്റൊരു സമപ്രായക്കാരും മറ്റുള്ളവരുമായിട്ടൊക്കെ അവരുടെ ഇടപെടലുകൾ കൂടുതലാണ്. സോ നമുക്കെന്ത് പറയാം, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നോക്കൂ. ബിഫോർ ദ അത്ലറ്റിക് റേസ് ജോൺ സേസ് ടു ഹിസ് കോച്ച്. ഒരു റേസ് നടക്കാം, അതിനു മുമ്പ് ജോൺ പറയാം, ഐ നോ ഐ ക്യാൻ ഡു വെൽ ഇൻ ദിസ് റേസ്. എനിക്കറിയാം ഈ റേസിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ജോൺസ്, ജോണിൻ്റെ എന്ത് കഴിവാണ്? സെൽഫ് എഫിക്കസി ആണോ, ഓവർ കോൺഫിഡൻസ് ആണോ, സെൽഫ് ബൂസ്റ്റിംഗ് ആണോ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണോ? എന്താണ് ഇവിടെ? എന്താണ് ഒരു വ്യക്തിക്ക് തൻ്റെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവിനാണ് എന്ത് പറയുക? സെൽഫ് എഫിക്കസി. എന്ത് പറയുക? സെൽഫ് എഫിക്കസി. എനിക്കത് സാധിക്കും, അത് ചെയ്യാൻ കഴിയുമെന്ന് ഒരു വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? സെൽഫ് എഫിക്കസി. അതേസമയത്ത് നമ്മൾ മോട്ടിവേഷൻ പഠിച്ചാൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ ബാഹ്യശക്തികളല്ല, ആന്തരികമായ അവൻ്റെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് നമുക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. ഇവിടെ ആൻസർ വരുന്നത് സെൽഫ് എഫിക്കസി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എറിക്സൺസ് മോഡൽ ദ കീ ചാലഞ്ച് ഓഫ് യങ് അഡൾട്ട്ഹുഡ് അല്ലേ, നമുക്ക് എറിക്സണെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചാലഞ്ചുകൾ അല്ലേ, വെല്ലുവിളി, ഓരോ പ്രായത്തിലും ഓരോ വെല്ലുവിളികൾ ഉണ്ടാവും. ഈ വെല്ലുവിളികൾ സമർത്ഥമായി മറികടക്കുമ്പോഴാണ് അവരെന്ത് ഈ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ യങ് അഡൾട്ട്ഹുഡ്, ഒരു അഡൾട്ട്ഹുഡിൻ്റെ യൗവന കാലഘട്ടത്തിൽ കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ അനുഭവിക്കുന്ന ചാലഞ്ച് എന്നാണ് ചോദിച്ചത്. ട്രസ്റ്റ് വിയസ് മിസ്ട്രസ്റ്റ്. നമുക്കറിയാം വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം, ഇത് ഏറ്റവും ആദ്യമുള്ള ഘട്ടമാണ്, ശൈശവ ഘട്ടത്തിലാണ്. സോ അതല്ല ആൻസർ. അടുത്തത് ഇൻറ്റിമസി വിയസ് ഐസൊലേഷൻ അല്ലേ, ഇൻറ്റിമസി വി ഐസൊലേഷൻ. ശരിയാണ്, ഇതാണ് അവിടെ വരുന്നത്. യങ് അഡൾട്ട്ഹുഡ് ആയാൽ കുട്ടികൾ അവരൊരു യൗവന കാലഘട്ടത്തിൽ അവർ ഇൻറ്റിമസി ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ അതില്ലെങ്കിൽ ഐസൊലേഷൻ എന്നുള്ള ഘട്ടമായിരിക്കും. സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലാക്കുക. ഇതിൽ ഐഡൻറ്റിറ്റി വിയസ് റോൾ കൺഫ്യൂഷൻ അല്ലേ, കുട്ടികളിൽ ഐഡൻറ്റിറ്റി അതല്ലെങ്കിൽ സ്വത്വം അല്ലേ, അതല്ലെങ്കിൽ റോൾ കൺഫ്യൂഷൻ. കുട്ടികൾ റോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? അത് അഡോളസൻസ് പീരീഡിലാണ് അല്ലേ, കുട്ടികൾ ഒരു 12 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ്. ഇൻറ്റഗ്രിറ്റി വിയസ് ഡിസ്പെയർ, ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇൻറ്റഗ്രിറ്റി തോന്നും, അതല്ലെങ്കിൽ നിരാശ തോന്നുന്നൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ അഡൾട്ട്ഹുഡ് കഴിഞ്ഞതിൻ്റെ അവസാന സമയത്താണ് ഉണ്ടാവുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ MMPI യൂസ്ഡ് ടു അസസ്. എന്താണ് MMPI ടെസ്റ്റ്? അത് എന്ത് അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്? MMPI ടെസ്റ്റ് നമ്മളെ എന്ത് അസസ് ചെയ്യാൻ വരുന്നതാണ്? മെമ്മറി ആണോ, ഓർമ്മയാണോ, ഇൻ്റലിജൻസ് ആണോ, ബുദ്ധിശക്തി അളക്കുന്ന ബുദ്ധിശോധകമാണോ, പേഴ്സണാലിറ്റി വ്യക്തിത്വം അളക്കുന്നതാണോ, ക്രിയേറ്റിവിറ്റി? ഏതാണ്? MMPI പേഴ്സണാലിറ്റി അളക്കുന്നതാണ് കേട്ടോ, പേഴ്സണാലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹ്യൂറിസ്റ്റിക്സ് കുട്ടികളുടെ ഗവേഷണ ത്വരത, അതല്ലെങ്കിൽ കുട്ടികളെ ഒരു പ്രോബ്ലം സോൾവിങ് അതിനു വേണ്ടി പ്രേരിപ്പിക്കുന്ന പഠന രീതിയാണ്. സോ ഓപ്ഷൻ ഏതാ നോക്കൂ. എന്താണ് ഹ്യൂറിസ്റ്റിക്സ്? ന്യൂമോണിക്സ് ആണോ, പ്രോബ്ലം സോൾവിങ് ടെക്നിക്കാണോ, ചങ്ക്സ് ആണോ, നൺ ഓഫ് ദി എബോവ്? ഏതാണ്? ന്യൂമോണിക്സും ചങ്കിങ്ങും ഒക്കെ എന്തുമായി മെമ്മറിയുമായി ബന്ധപ്പെട്ട അല്ലേ, മെമ്മറിയുമായിട്ട് ന്യൂമോണിക്സിലെ ചില കോഡുകളൊക്കെ വെച്ചിട്ട് ഓർമ്മിച്ചെടുക്കാനുള്ള ടെക്നിക്കുകളാണ്. എന്നാൽ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് പ്രോബ്ലം സോൾവിങ് ടെക്നിക്കാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ സൈക്കോളജിയിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് എഴുതാൻ പറ്റണം. അതുകൊണ്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. താങ്ക് യു.